ഇന്റർവ്യൂ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും അധികം ഇംപ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം തന്നെ നമ്മുടെ വ്യൂവേഴ്സ് കൃത്യമായിട്ട് SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. യൂഷ്വലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ഫ്ലുവന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. എന്നാൽ പോലും ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനെ ബെറ്റർ ആക്കാൻ പറ്റുക, ഇതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്ന കാര്യം. അതിന് വളരെ 2-3 കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താനായിട്ട് പോസിബിൾ ആണ്. അതുപോലെ തന്നെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസസ്, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം സ്മാർട്ട് മൂവ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ തന്നെ കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇന്റർവ്യൂവിനെ വളരെ നന്നായിട്ട് അപ്രോച്ച് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിച്ചത് എന്ന എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ തന്നെ കമന്റ് ബോക്സിൽ ലൈവ് ആക്കുക. സാധാരണ രീതിയിൽ നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഹാഫ് സാലറി എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഒരു 30,000 രൂപ സാലറിയുള്ള ഒരാളെ സംബന്ധിച്ച് അതിന്റെ പകുതി എന്ന് പറയുന്നത് 15,000 രൂപ എന്ന് പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഇല്ലാതെ തന്നെ, ഹാഫ് സാലറി എന്നൊരു വലിയ ചാർജസ് ഇല്ലാതെ തന്നെ ഒരു ചെറിയ രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് മൂവ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളുടെ CV വാട്സപ്പ് ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ 1 വർഷത്തോളം നിങ്ങൾക്ക് CV കറക്ഷൻ അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രെയിനിങ് വഴി കേരളത്തിലുള്ള 14 ഡിസ്ട്രിക്റ്റുകളിൽ വേക്കൻസികൾ റെഗുലർ ആയിട്ട് അറിയാനായിട്ട് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റർവ്യൂയുടെ കമ്മ്യൂണിക്കേഷനെ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുക എന്നതിന്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ജോബ് സീക്കർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ കൃത്യമായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, അതായത് കാൻഡിഡേറ്റ്സിന് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുക എന്നതാണ് ആദ്യമായിട്ടുള്ള കാര്യം. അവെയർനെസ് അബൌട്ട് ദ വേർഡ്സ്. അതായത് പല സാഹചര്യങ്ങളിലും, അതായത് ഓരോരോ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് 28 സ്റ്റേറ്റുകളിലും 28ഓളം ലാംഗ്വേജസ് ആണ് അവരുടെ ഇപ്പൊ നമ്മൾ പറയില്ലേ മാതൃഭാഷ മലയാളമാണെന്ന് പറയുന്നത് പോലെ തന്നെ 28 സ്റ്റേറ്റുകളിലും 28 ലാംഗ്വേജസ് ഉള്ള ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത് എന്നുള്ളത് തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലുള്ള ഒരു അവയർനെസ് ആദ്യം കമ്മ്യൂണിക്കേഷന് കൊടുക്കുക. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കാൻഡിഡേറ്റ്സിന്റെ ഒരു സംസാര രീതിക്ക് ഒരു ഭംഗി വന്ന് തുടങ്ങുകയാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി എനിക്ക് മനസ്സിലായി ഞാൻ പറയണത് ഇത്ര കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയണ ഇതിനകത്ത് ക്ലാരിറ്റി വേണ്ട ഏരിയ എന്നുള്ളതിന്റെ ഒരു സെൽഫായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷൻ അല്ലേ. ആ ആക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജോബ് സീക്കേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺസ് ആണ്. ഇപ്പൊ TV കാണുക, ആ ഒരു ഏജിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് മാറിയല്ലോ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും പറ്റിയെന്ന് വരില്ല. ലാപ്ടോപ്പ് ഇതിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ളതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഫോൺ എപ്പോഴും കയ്യിലുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ആ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിനെ നിങ്ങൾക്ക് തന്നെ ട്രിം ചെയ്യാൻ പറ്റും. ട്രിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് അതിനൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ കാണുന്ന വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ യൂട്യൂബിലുള്ള ചാനൽസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റുകളായിരിക്കാം, അതും അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ, നേരിട്ട് കാണുന്ന ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഈ ഒരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി അബൌട്ട് ദ കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടിപ്സ് ആണ് നേരത്തെ പറഞ്ഞത്. ആൻഡ് ഫൈനലി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മിറർ പ്രാക്ടീസ് എന്നുള്ളത്. കാരണം നിങ്ങളുടെ ഒരു ഇമേജിനെ പറ്റിയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിരിക്കണം, അത് കേൾക്കുന്ന ആളിലേക്ക് മുഴുവനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റണം, അത് കേൾക്കുന്ന ആൾക്ക് ഒരു ഫീൽ ഗുഡ് എലിമെന്റ് കൊടുക്കണം എന്നൊരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്റർവ്യൂ എന്നുള്ള ഒരു ലക്ഷ്യം അത് ക്ലിയർ ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. കാരണം ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നതും സംസാരിക്കുന്നതും. പിന്നെ ആസ് യൂഷ്വൽ എനർജറ്റിക്കലി ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാണ്. ഞാൻ പറയുന്നതിനൊരു ഊർജ്ജം കൊടുക്കുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്ത് കേൾക്കുന്ന ആളിലേക്കും എത്തുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവാ, ഡെഫിനറ്റ് ആയിട്ടും അതിന് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിരിക്കും. ഇനി സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്
സിസ്റ്റം, ഒരു കംപ്ലീറ്റ് ഒരു സൊല്യൂഷനാണ് സ്മാർട്ട് മൂവ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് നിങ്ങളുടെ CV ഷെയർ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തോളം ഹാഫ് സാലറി പോലത്തെ ചാർജസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 14 ഡിസ്ട്രിക്റ്റുകളിലെയും വേക്കൻസി അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയാനായിട്ട് പോസിബിൾ ആണ്. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലേക്ക് നിങ്ങളുടെ നല്ല നല്ല കമന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നു. എസ്പെഷ്യലി ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമന്റ്സ്, നിങ്ങളുടെ ഈ കമന്റ്സിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ദാറ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.